ഹലോ ഗായ്സ്, അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഒരു വീഡിയോ ഇടുന്നത്. കാരണം എവിടെയും പോകാനുള്ള ടൈമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫുൾ ടൈം ഉറക്കമാണ്. ഉറക്കം തീർന്നിട്ട് സമയം ഉണ്ടായില്ല. അപ്പോൾ ഇന്ന് എന്തായാലും എവിടെയെങ്കിലും പോകണമെന്ന് വിചാരിച്ച് ചായ കുടിക്കാനെങ്കിലും പോകണമെന്ന് വിചാരിച്ചു. 7:30 അപ്പോൾ നമ്മൾ ഉറക്കം എണീറ്റ് നമ്മൾ അടുത്തുള്ള ചായനേഷനിൽ ചായ കുടിക്കാൻ വന്നു. കോഫിയാണ് കുടിച്ചത്, പിന്നെ മോമോസും കഴിച്ചു. പിന്നെ തിരിച്ച് നമ്മൾ കുറച്ച് നേരം നടക്കാമെന്ന് വിചാരിച്ചു. റൂമിൽ പോകണ്ട, കുറച്ചൊക്കെ നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ വെറുതെ ഫറൂഖ് പാലത്തിൽ കൂടെ കുറച്ച് നേരം നടന്നു. അങ്ങനെ വായി നോക്കി നടന്ന സമയത്താണ് നമ്മൾ റിവർ വേൾഡ് കാണുന്നത്. ഇതിപ്പോൾ റീൽസിലൊക്കെ കാണുന്ന നമ്മുടെ സ്കൈ ഡൈനിങ് സംഭവങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി അത് എന്നാണ് നടക്കുന്നതെന്ന് അറിയില്ല. ഇന്ന് പ്ലാൻ ചെയ്താലേ 10 ദിവസം കഴിഞ്ഞ് നടക്കുകയുള്ളൂ. അങ്ങനെ മഴ പെയ്തു. പിന്നെ അവിടെ ഒരു മരം ഇങ്ങനെ ചാഞ്ഞ് നിന്നതുകൊണ്ട്, അതിൻ്റെ അടിയിൽ കയറി നിന്നതുകൊണ്ട് നമ്മൾ മഴ നനയാണ്ട് രക്ഷപ്പെട്ടു. പിന്നെ ഞങ്ങൾ കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ കരിക്ക് കുടിക്കാമെന്ന് വെച്ച് കുടിച്ചതാണ്. പക്ഷേ സെറ്റായില്ല, കാരണം മധുരമൊന്നും ഉണ്ടായില്ല. പിന്നെ അതൊന്ന് തൽക്കാലം കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ നമ്മൾ ഈ ഫറൂഖ് പഴയ പാലം കാണാൻ അടിപൊളിയാണെന്ന് എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ നേരം അവിടെ നിൽക്കാനൊക്കെ നല്ല രസമാണ്. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ വായി നോക്കി നിന്നു. അപ്പോൾ അടുത്ത് തിയേറ്റർ ഉണ്ടായിരുന്നു. നോക്കിയപ്പോൾ 10 മണിക്ക് പ്രിൻസ് ആൻഡ് ഫാമിലി ഷോയും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കണ്ടേക്കെന്ന് വെച്ചാൽ ഞാനൊരു ദിലീപ് ഫാനാണ്. അപ്പോൾ എന്തായാലും കാണാതിരിക്കുമോ. അങ്ങനെ ഞാനും അവളും കൊണ്ടാണ് പോയത്. പിന്നെ 2 പേര് ഡ്യൂട്ടി കഴിഞ്ഞ് ആ ടൈമിൽ ഇറങ്ങിയുണ്ട്. അവരും കൂടെ അങ്ങോട്ട് വന്നു. അങ്ങനെ നമ്മൾ മൂവിക്ക് കയറി. അടിപൊളി മൂവിയായിരുന്നു. പിന്നെ ഇൻ്റർവെല്ലിൽ കയറി ഇറങ്ങിയിട്ട് നമ്മൾ പോപ്കോണും ജ്യൂസൊക്കെ കുടിച്ചു. പിന്നെ നമ്മൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ അവൾക്ക് വണ്ടി ഉണ്ടായിരുന്നുകൊണ്ട് നമ്മളെ ബസ് സ്റ്റോപ്പ് അവൾ ഡ്രോപ്പ് ചെയ്ത് തന്നു. പിന്നെ അവിടെ നമുക്ക് നടക്കാനുള്ള ദൂരമുള്ള ഹോസ്റ്റലോട്ട് അങ്ങനെ ട്രിപ്പ് അടിച്ചാണ് കൊണ്ടുവന്നു. ഞങ്ങളെ ആദ്യം കൊണ്ടിറക്കിയിട്ട് പിന്നെ ചേച്ചിയെ കൊണ്ടുവന്ന് ഇറങ്ങി. അപ്പോൾ അത്രേ ഉള്ളൂ. റൂമിലെത്തി. ബൈ.